എങ്ങനെയാണ് അച്യുതമേനോനോട് ആദ്യം മുഖ്യമന്ത്രി ആകുന്നതെന്ന് ഓർത്ത് നോക്കി. 1967 EMSന്റെ മന്ത്രിസഭ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്നതാ. അത് തല്ലിപ്പിരിഞ്ഞു. CPI, RSP, SSP ഒക്കെ ഒരു ഭാഗത്തായി. അങ്ങനെ തല്ലിപ്പിരിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സമയം. അന്നൊരു ബദൽ സർക്കാർ ഉണ്ടാവുമെന്ന് CPM സ്വപ്നേപി വിചാരിച്ചതല്ല. ഭൂപരിഷ്കരണ നിയമമൊക്കെ പാസ്സാക്കിയിട്ടിരിക്കുക. പ്രസിഡന്റിന്റെ അനുമതി കിട്ടിയില്ലെന്നേ ഉള്ളൂ. അപ്പൊ ഈ അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കാമെന്നും അല്ലെങ്കിൽ ഈ ഭൂപരിഷ്കരണ നിയമത്തിന്റെ കാര്യം പറഞ്ഞു തന്നെ ജയിക്കാമെന്നും അങ്ങനെ വീണ്ടും CPI ഇല്ലാത്ത ഒരു ഭരണം ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചിരുന്നതാ CPM. സംഭവിച്ചത് എന്തുവാ? രായ്ക്ക് രാമനൻ, നമ്മുടെ അച്യുതമേനോൻ അന്ന് രാജ്യസഭാംഗമാ, ഡൽഹിയിലാ. അദ്ദേഹത്തിന് താല്പര്യമില്ലാതിരുന്നിട്ടും ഏറ്റവും എളുപ്പം കിട്ടിയ ഒരു വിമാനത്തിൽ കയറി കൊച്ചിയിലെത്തുന്നു. അവിടുന്ന് തിരുവനന്തപുരത്ത് വരുന്നു. തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം ഗവർണറെ കണ്ടിട്ട് ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. ചടുമൂക്കെന്നെല്ലാം കഴിഞ്ഞെന്നേ. അച്യുതമേനോൻ ഒരു സുപ്രഭാതത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി. 1969 നവംബർ 1. സത്യം പറഞ്ഞാൽ CPM വരണ്ടുപോയി. ഒരിക്കലും കരുതിയില്ല CPI ഇങ്ങനെ ഒരു സാമർഥ്യം കാണിക്കുമെന്ന്. ഒട്ടുമേ വിചാരിച്ചതല്ല.